ക്വനൽ കിങ്കിണി ജാലകോലാഹലാഢ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും നമസ്കാരം. ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് 5-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ കുറിച്ചാണ്. അതിന്റെ തുടർച്ച എന്ന വണ്ണം ഇന്ന് 6-ാം ഭാവത്തിലെ ശുക്രന്റെ ഫലത്തെ പറയുന്നു. അതിനുവേണ്ടി ആദ്യമായിട്ട് ആ ശ്ലോകം ഒന്ന് ധരിക്കാം. കളത്രേ സുഖം കളത്രേ കളത്രാൽ സുഖം നോ കളത്രാൽ കളത്രന്തു ശുക്രേ ഭവേദ്രഗ്നഗർഭം വിലാസാധികോ ഗണ്യതേജ പ്രവാസി പ്രയാസൽപകഃ കേന മുഹ്യന്തി തസ്മാത്. നോടി ചെല്ലാം. കളത്രേ കളത്രാൽ സുഖം നോ കളത്രാൽ കളത്രന്തു ശുക്രേ ഭവേദ്രഗ്നഗർഭം വിലാസാധികോ ഗണ്യതേജ പ്രവാസി പ്രയാസൽപകഃ കേന മുഹ്യന്തി തസ്മാത്. കളത്രേ കളത്രാത് സുഖം നോ കളത്രാൽ കളത്രം തു ശുക്രേ ഭവേദ് രക്തഗർഭം വിലാസാധികോ ഗണ്യതേജ പ്രവാസി പ്രയാസൽപകഃ കേന മുഹ്യന്തി തസ്മാത്. ഇങ്ങനെയാണ് 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള പ്രമാണ ശ്ലോകം. കളത്രേ ശുക്രേ, കളത്രം എന്ന് പറഞ്ഞാൽ 7-ാം ഭാവം എന്ന് ഇവിടെ അർത്ഥം. കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു വ്യക്തിയുടെ ഭാര്യാസ്ഥാനമായ 7-ാം ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് കളത്ര ശബ്ദം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം മാംസഭൃത്യം ഭുവം ച. അതായത് ഭുജംഗപ്രയാദം എന്ന ശ്ലോകത്തില് വിഷ്ണുഭുജംഗത്തില് പറയപ്പെട്ടതായ വരിയാണ്. ശരീരം കളത്രം സുതം ബന്ധുവർഗം. അതിൽ പറഞ്ഞ കളത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണ്. അപ്പൊ ഭാര്യയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോ ശുക്രേ കളത്രേ, ശുക്രൻ കളത്രത്തിൽ നിൽക്കുന്നതായ അവസരത്തിൽ കളത്രാത് സുഖം, കളത്രത്തിങ്കൽ നിന്ന് സുഖം, ഭാര്യയിൽ നിന്ന് സുഖം അനുഭവിക്കാൻ ഇടവരും. നോ കളത്രാൽ കളത്രം, അത് ഉദ്ദേശിച്ചത് കാമസംബന്ധമായ കാര്യങ്ങളിൽ സുഖാനുഭവം കുറഞ്ഞിരിക്കാനുള്ളതായ യോഗമുണ്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഗുഹ്യഭാഗവുമായി ബന്ധപ്പെട്ട് വല്ല വിധത്തിലുള്ള രോഗങ്ങളും വന്നേക്കാൻ ഇടയുണ്ട് എന്ന് ഈ വാക്കിനുള്ളിൽ അന്തർലീനമായ അർത്ഥം നിലനിൽക്കുന്നുമുണ്ട്. കളത്രം എന്ന വാക്കിന് ജഖനം എന്നുള്ളതായ ഒരു അർത്ഥവും കൂടി ഉണ്ട്. കളത്രം ശ്രോണിഭാര്യയോഹോ എന്ന് അമരകോശത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജഖന സംബന്ധമായ വല്ല രോഗങ്ങളും വന്നേക്കാൻ ഇടയുണ്ട് എന്ന് നോകളത്രാൽ സുഖം എന്ന് രണ്ടാമത് പ്രയോഗിച്ചത് ജഖനസുഖത്തെ അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന അർത്ഥത്തെ കാണിക്കുന്നതാണ്.
അപ്പോൾ ആദ്യം ഭാര്യയിൽ നിന്ന് സുഖമുണ്ടാകും എന്നുള്ളതും ഗുഹ്യ രോഗങ്ങൾ വരുമെന്നുള്ള അർത്ഥമാണ് രണ്ടാമത്തെ കളത്രത്തിന് ഉള്ളത് എന്നും ഇവിടെ ഔചിത്യപൂർവം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭവേത് രത്നഗർഭം, ഭാര്യയുടെ ഗർഭത്തിൽ നല്ല സൽസന്താനങ്ങൾ ഉണ്ടാകും. രത്നം എന്ന് പറഞ്ഞാൽ ജാതം ജാതം ഇത് ഉത്കൃഷ്ടം തദ് രത്നമിതി കഥ്യതേ, ഉത്കൃഷ്ടങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകാൻ ഇടവരും എന്ന് 7ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലും പറയേണ്ടതുണ്ട്. വിലാസാധികോ ഗണ്യതേജ പ്രവാസി എന്നതാണ് 3ാമത്തെ വരി. വിലാസാധികോ, കളികളിൽ വളരെയധികം താല്പര്യമുള്ളതായ വ്യക്തിയായിരിക്കും. സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതായ വ്യക്തിയായിരിക്കും. പ്രവാസി, അതോടൊപ്പം തൻ്റെ ദേശം വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായ സാഹചര്യവും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അഥവാ വിദേശം പോലുള്ളതായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ യോഗമുള്ളതായ ജാതക ഗ്രഹസ്ഥിതിക്കാരനാണ് 7ൽ ശുക്രൻ ഉള്ള വ്യക്തി എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രയാസാൽപക കേന മുഹ്യന്തി തസ്മാൽ, പ്രയാസാൽപകനായി ഭവിക്കപ്പെടും അഥവാ ഗണിക്കപ്പെടും. പ്രയാസാൽപകൻ എന്ന് പറഞ്ഞാൽ അല്പമായ പ്രയാസത്തെ അനുഭവിക്കുന്നതായ വ്യക്തിയായിരിക്കും അർത്ഥം. അപ്പൊ ധാരാളം ഭൗതിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കാതെ സ്വസ്ഥമായ ജീവിത ശൈലി ഉള്ള വ്യക്തിയായിരിക്കും എന്നതാണ് പ്രയാസാൽപക എന്നുള്ള വാക്കിന്റെ അർത്ഥം. കേന മുഹ്യന്തി തസ്മാത്, 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതായ വ്യക്തിയുടെ സുഖവും പ്രവൃത്തിയും സൗന്ദര്യവും എല്ലാം ആകൃഷ്ടനായി മോഹിക്കാത്ത യാതൊരാളും ഉണ്ടാവുകയില്ല എന്നർത്ഥം. അപ്പൊ മറ്റുള്ളവർക്ക് മോഹം ജനിക്കുന്ന വിധത്തിലുള്ള പല വശീകരണ സ്വഭാവത്തോടു കൂടിയ വ്യക്തിയും കൂടിയായിരിക്കും 7ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ജനിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ആ പ്രമാണത്തെ സംക്ഷേപിച്ച് അർത്ഥത്തെ ഗ്രഹിക്കാം. കളത്രേ കളത്രാൽ സുഖം നോ കളത്രാൽ കളത്രം തു ശുക്രേ ഭവേദ്രത്നഗർഭം വിലാസാധികോ ഗണ്യതേജ പ്രവാസി പ്രയാസാൽപക കേന മുഹ്യന്തി തസ്മാത്. ജനനസമയത്തിങ്കൽ 7ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഭാര്യാസുഖമുണ്ടാകും. ജഗനപ്രദേശത്തിങ്കൽ സുഖമുണ്ടാകുകയില്ല. അവിടെ രോഗോപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് താല്പര്യം. ഇവിടെ കളത്ര ശബ്ദം ഭാര്യാപദവും ജഘനപരവും ആകുന്നു. കളത്രം ശ്രോണി ഭാര്യയോഹോ എന്ന് അമരകോശവും ഉണ്ട്. ഭാര്യയുടെ ഗർഭത്തിങ്കൽ രത്നഭൂതന്മാരായ പുത്രന്മാർ ജനിക്കും. എന്നാൽ പലവിധത്തിലും ശ്രേഷ്ഠന്മാരായ ഔരസപുത്രന്മാരുണ്ടാകുമെന്ന് താല്പര്യം. ക്രീഡയിങ്കൽ അധികം ആസക്തനായിരിക്കും. സ്വഗൃഹത്തിങ്കൽ അധികകാലം താമസിയാതെ പ്രായേണ പരദേശങ്ങളിൽ സഞ്ചരിക്കുന്നവനായിരിക്കും. അല്പമായ പ്രയാസത്തെ ഇല്ലാതെ അധികം പ്രവൃത്തികൾ എടുക്കുകയില്ല. അവന്റെ പലവക ചാതുര്യങ്ങളെ കൊണ്ട് മോഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയില്ല എന്നും ഈ ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഇന്നിവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഷ്ടമത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ പറയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.